ടോക്കിയോയിൽ നിന്ന് ഹിരോഷിമയിലേക്കുള്ള ട്രെയിൻ കൃത്യസമയത്ത് തന്നെയായിരുന്നു. ഞാൻ സഞ്ചാരിയുടെ എയർഗ്രൂപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ മിമിക് ചെയ്യുന്ന വളരെ കുറവാണ്. കാരണം അത് നാച്ചുറൽ ശബ്ദമായതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വലിയ സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. കുറച്ചുകൂടെ പാടാണ്. എന്നാൽ അനീഷിൻ്റെ ശബ്ദം അതല്ല, ഒരു നാടകീയമായ ശബ്ദാവതരണമായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് മിമിക് ചെയ്യാനും സാധ്യത ഉണ്ടാകുന്നത്. ഡ്രാമ അല്ലെങ്കിൽ ഒരു ശബ്ദത്തിൽ നാടകീയത കൂടുമ്പോഴാണ് അതിനകത്ത് നിങ്ങൾക്ക് മിമിക് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടാവുക. അല്ലെങ്കിൽ അതിനകത്തൊരു യുണീക്നെസ് വരണം. വളരെ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ഒന്നിനെ നമുക്ക് അനുകരിച്ചിട്ട് കാര്യമുള്ളൂ. അനീഷിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അനീഷ് പറയുകയാണ്, ടോക്കിയോയിൽ നിന്ന് ഞങ്ങൾ ഹിരോഷിമയിലേക്കുള്ള ട്രെയിനിൽ കയറി. ട്രെയിൻ കൃത്യസമയത്ത് തന്നെയായിരുന്നു. അപ്പോൾ ടിക്കറ്റ് എക്സാമിനർ വന്നു, അയാൾ പരിശോധിച്ചിട്ട് പോയി. ഈ പറയുന്ന സാധനം തന്നെ, ടോക്കിയോയിൽ നിന്ന് ഹിരോഷിമയിലേക്കുള്ള ട്രെയിൻ കൃത്യസമയത്ത് തന്നെയായിരുന്നു എന്നിങ്ങനെ മാറ്റുമ്പോഴാണല്ലോ അതിനകത്ത് ഡ്രാമ വരുന്നത്. അതുകൊണ്ടാണല്ലോ അത് അനുകരിക്കേണ്ടി വരുന്നത്. അതാണ് ഈ വ്യത്യാസം.